ഞാനും ഉമ്മച്ചി അനിയനും പിന്നെ അസ്ലമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി മുതലപ്പൊഴി ബീച്ചിലേക്ക് പോവാണ്. എൻ്റെ ഉമ്മച്ചിയുടെ സ്ഥലം ഓൾറെഡി പെരുമാതുറയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ട് പോയി. റെയിൽവേ ട്രാക്കൊക്കെ കഴിഞ്ഞ് അങ്ങ് ചെന്നു. മുതലപ്പൊഴി എത്തിയപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ കായലിൻ്റെ സൈഡിൽ കൂടെ കാഴ്ചയൊക്കെ കണ്ടങ്ങ് നടന്നു. പക്ഷേ റൈറ്റ് സൈഡിൽ ആ കല്ല് ഒക്കെ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ. അതെന്ന് പറയുമ്പോൾ തിരമാല പുറകോട്ട് പോകുന്നുമില്ല, എന്നാൽ തിരമാല ഫ്രണ്ടിലോട്ട് വന്ന് അടിക്കുന്നില്ല, ഓളം തട്ടിക്കിടക്കുന്ന ഒരു ഇതാണ്. പക്ഷെ കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ആരും ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നല്ല കുഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് മൊട്ടം വെയിലത്ത് ഞങ്ങൾ നടന്ന് നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിലോട്ട് ചെന്ന് ഞാൻ ഇച്ചിരി കാല് നനയ്ക്കാൻ വേണ്ടി നിന്നിട്ടു. പക്ഷെ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ജീവിതമാർഗ്ഗമായ ഒത്തിരി ജനങ്ങളുടെ ജീവിതമാർഗ്ഗമായ ഹാർബർ, മുതലപ്പുഴ ഹാർബർ ഇപ്പോൾ വെറും ശൂന്യമായിട്ട് കിടക്കുകയാണ്. ബോട്ടുകൾ പോലും അവർക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലും മണലുകൾ അട്ടികൂടി കിടക്കുകയാണ്, ടൺ കണക്കിന് മണലുകൾ. അപ്പോൾ ഇതെന്നും മാറ്റി തീരുമെന്ന് അറിയത്തില്ല. വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. ജീവിതമാർഗ്ഗം ഇല്ലല്ലോ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ്. അവർ ഇത് മുൻകൂട്ടി കണ്ട് അവർ അറിയിക്കേണ്ട അധികാരികളെയൊക്കെ അവർ അറിയിച്ചതാണ്. അപ്പോൾ അതിന് നടപടി എടുക്കാത്തത് അധികാരികളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് തീർച്ചയായും മറുപടി പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ മണലൊക്കെ മാറ്റി പഴയ പോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ച് വരുന്ന വഴിക്ക് വാപ്പായെ കൊണ്ട്, വാപ്പ എൻ്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടി കുറേ നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടു. വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. വാപ്പ ജ്യൂസൊക്കെ മേടിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രണ്ട് സൈഡും പെരുമാറും അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയാണ് പെരുമാതുറ. രണ്ട് സൈഡും മരങ്ങൾ നിറഞ്ഞിട്ട് നടുക്കൂടെ റോഡ്, നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ല. ഇങ്ങനെ അങ്ങോ ഇഞ്ഞും തെന്നിയും നിറച്ച് 2-3 ആൾക്കാർ. പിന്നെ നമ്മൾ ഇച്ചിരി നേരം അവിടെ നിന്ന് കാറ്റും കൊണ്ടിട്ട് മഴക്കോള് കാരണം നമ്മളവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ എത്തി. ട്രെയിൻ പോയി ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ലേശം നനഞ്ഞു. പിന്നെ ഒരു കടയിൽ കയറി ചായയും കുടിച്ചു, ഷവർമയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി വീടെത്താറായപ്പോൾ ഐസ് ബേയിൽ കയറി 3 ഐസ്ക്രീമും കുടിച്ചു. എന്നിട്ട് വീട്ടിലങ്ങ് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള സീ യു.